പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വിക്ടോറിയ മെമ്മോറിയൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിക്ടോറിയ മെമ്മോറിയലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് മോണുമെൻറ്റ് ടു എ മൊണാർക്ക് എനിവെയർ ഇൻ ദ വേൾഡ്. സെൻട്രൽ കൊൽക്കട്ടയിലെ മൈതാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത്. മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. വിക്ടോറിയയുടെ ഓർമ്മയ്ക്ക് വേണ്ടി 1906 to 1921 ഇടയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷീ ഈസ് ദ എംപ്രസ് ഓഫ് ഇന്ത്യ ഫ്രം 1876 to 1901. ഈ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് 64 acres ഓഫ് ഗാർഡനിലാണ്. ക്വീൻ വിക്ടോറിയയുടെ 25 വർഷത്തെ ഇന്ത്യയിലെ ഭരണം ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രണ്ട് തന്നെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾക്ക് ഉള്ളിലേക്ക് കയറണം. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ റിപ്ലിക്ക ഓഫ് വിക്ടോറിയ മെമ്മോറിയൽ ഇൻ ലണ്ടൻ. ലണ്ടനിലെ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഒരു ഏകദേശം അതുപോലെ ഇരിക്കും. കൊൽക്കട്ട എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം നമ്മൾക്ക് ഓർമ്മ വരിക വിക്ടോറിയ മെമ്മോറിയലാണ്. ഇതിൻ്റെ ഐഡിയ ആദ്യം കൊണ്ടുവന്നത് അന്നത്തെ വൈസ്രോയി ഓഫ് ഇന്ത്യ ലോർഡ് കേഴ്സൺ ആണ്. പ്രിൻസ് ഓഫ് വെയിൽസ് കിങ് ജോർജ് V ആണ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുന്നത് 1906. പക്ഷേ പബ്ലിക്കിന് തുറന്നു കൊടുക്കുന്നത് 1921. ക്വീൻ വിക്ടോറിയ മരിക്കുന്നത് 1901. ഇവിടെയുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽസ്, പ്രിൻസസ്, പൊളിറ്റീഷ്യൻസ്, പീപ്പിൾസ് ഓഫ് ഇന്ത്യ എല്ലാവരും ഫുൾ സഹകരിച്ചിട്ടാണ് ഇതിനുള്ള ഫണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ മെമ്മോറിയൽ നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ ധനസഹായവും ഇന്ത്യക്കാരിൽ തന്നെയാണ് കൊടുത്തത്. ടോട്ടൽ അന്ന് സ്പെൻഡ് ചെയ്തത് 1,05,00,000 ആണ്. ദ ആർക്കിടെക്ട് ഓഫ് ദിസ് മെമ്മോറിയൽ വാസ് വില്യം എമേഴ്സൺ ആണ്. ഇതിൻ്റെ പുറത്ത് തന്നെ കയറുമ്പോൾ തന്നെ 2 ലേക്കുകളുണ്ട്. അപ്പുറം ഇപ്പുറമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ലേക്സ് ഉണ്ട്. പിന്നെ പുറത്ത് നല്ല ഗ്രീൻ ലോൺസ് ഉണ്ട്. ഒരു നല്ല മോർണിംഗ് വാക്ക് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഉള്ള ലോണാണ്. 57 ഏക്കേഴ്സായി വ്യാപിച്ച് കിടക്കുന്ന ഒരു ഗാർഡനാണ് പുറത്ത്. അതിൽ നിരവധി സ്റ്റാച്യൂസുകളുണ്ട്. ക്വീൻ വിക്ടോറിയ, ചാൾസ് കോൺവാലിസ് പ്രഭു, ആർതർ വെൽസ്ലി, രാജേന്ദ്രനാഥ് മുഖർജി എന്നിവരൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അവിടുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പുറത്ത് നിന്നുകൊണ്ട്. എന്നിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഡിസൈന് ഇൻഡോ സാർസനിക് സ്റ്റൈലിലാണ്. അതായത് മിക്സിംഗ് ബ്രിട്ടീഷ് ആൻഡ് മുഗൾ എലിമെൻറ്റ്സ് വിത്ത് ഈജിപ്ഷ്യൻ ആൻഡ് ഡക്കാനി ആർക്കിടെക്ടൽ ഇൻഫ്ലുവൻസസ്. ഈ ബിൽഡിംഗ് 338 by 228 ഫീറ്റ് ഉണ്ട് ആൻഡ് റൈസ് ടു ഹൈറ്റ് ഓഫ് 184 ഫീറ്റ്. ഇതിൽ വൈറ്റ് മക്രാന മാർബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ ഡിസൈന് ഇത് താജ്മഹലിനെ പോലെ ഇരിക്കുന്നുണ്ട്. ഏകദേശം താജ്മഹലിൻ്റെ ഒരു ഡിസൈൻ മാതിരിയേ ഉള്ളത്. കയറുമ്പോൾ തന്നെ ആദ്യം സെൻട്രൽ ഹാളുണ്ട്. അതിൻ്റെ റൂഫ് ആർക്ക് പോലെ റൗണ്ടായ ഒരു താഴേക്കൂടമാണ്. കയറുമ്പോൾ തന്നെ കുറേ ലാമിനേറ്റഡ് ഫോട്ടോസ് ഉണ്ട്. അത് ഈ മെമ്മോറിയൽ ഉണ്ടാക്കുമ്പോൾ ഉണ്ടായ വിവിധ ഘട്ടങ്ങളിലുള്ള ഫോട്ടോസാണ്. ഓരോ ബേസ്മെൻറ്റ് മുതൽ മേലെ വരെയുള്ള വിവിധ സമയത്തിൽ അതിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടായ വിവിധ ഫോട്ടോസുകളാണ്. അർദ്ധവൃത്താകൃതിയുള്ള മേൽക്കൂരയാണ് റൂഫ്. കൂടാതെ 4 ചെറിയ താഴിക കുടങ്ങൾ കൂടിയുണ്ട്. വലിയ പ്രവേശന കവാടങ്ങൾ, ഒക്ടോണൽ ഷേപ്പിലുള്ള സെമി ഓപ്പൺ ആയിട്ടുള്ള മേൽക്കൂരകൾ. അത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്റ്റിൻ്റെ ഒരു സ്റ്റൈലാണ്. കോർണേഴ്സിൽ അർദ്ധവൃത്താകൃതിയിലുള്ള ടവറുകൾ എൻ്റെ ടെറസാൾസ്. ദ ഏഞ്ചൽ ഓഫ് വിക്ടറി 16 ഫീറ്റ് ഹൈറ്റുള്ള ഒരു പ്രതിമ സെൻട്രലായിട്ടുള്ള മേൽക്കൂരയുടെ മുകളിലുണ്ട്. സെൻട്രൽ ആർക്ക് ഷേപ്പുള്ള മേൽക്കൂരയുടെ സൈഡായി നിരവധി സ്കൾപ്ചേഴ്സ് ഉണ്ട്. അതിൽ ചാരിറ്റി, ജസ്റ്റിസ്, ആർട്ട്, ആർക്കിടെക്ചർ എന്നിവയെ പറ്റിയുള്ള കൊത്തുപണികൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇത് കൽക്കട്ടയിൽ തന്നെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു മ്യൂസിയം കൂടിയാണ്. ഇപ്പോൾ 25 ഗാലറികളുണ്ട് ഇതിൽ. അതിൽ പ്രധാനപ്പെട്ടവ കൽക്കട്ട ഗാലറി, പോർട്രേറ്റ് ഗാലറി, റോയൽ ഗാലറി, സ്കൾപ്ചർ ഗാലറി എന്നിവ, ആൻഡ് നാഷണൽ ലീഡേഴ്സ് ഗാലറി എന്നിവയാണ്. തോമസ് ഡാനിയൽ ആൻഡ് വില്യം ഡാനിയൽമാരുടെ ഇന്ത്യൻ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്സ്, കുറച്ച് റയർ ബുക്സ് ലൈക്ക് ഒമർ ഖയാമിൻ്റെ റുബിയത്ത്,
പിന്നെ വില്യം ഷേക്സ്പിയറിൻ്റെ ബുക്കുകൾ, ഹാൻഡ് റിട്ടൺ ഖുറാൻ ഓഫ് എംപറർ ഔറംഗസീബ്, കാലിക്കട്ട് പെയിൻറ്റിങ്സ്, ടിപ്പു സുൽത്താൻ്റെ പേഴ്സണൽ വാർ ഡയറി എക്സെട്ര. ഈ പ്രോപ്പർട്ടി ഇപ്പോൾ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ കീഴിലാണ് ഉള്ളത്. ഈവനിങ്ങിൽ ലൈറ്റ് ആൻഡ് ഈ മെമ്മോറിയലിന് പുറത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. അത് കാണികളെ കൽക്കട്ടയുടെ ഹിസ്റ്ററിയിലും ഹെറിറ്റേജിനും പറ്റിയുള്ള ഒരു യാത്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എക്സ്പ്ലോറിംഗ് വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടോപ്പ് തിങ്സ് ടു ഡു ഇൻ കൽക്കട്ട. പിന്നെ ഇത് പ്ലാസി വാറിൽ പിടിച്ചെടുത്ത ഒരു ഫ്രഞ്ച് ഗണ്ണാണ്. പ്ലാസി വാറിൻ്റെ പല പല ഫോട്ടോസും എല്ലാം ഉണ്ട്. അതിന് മുമ്പേ പ്ലാസി വാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. ഇത് റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി സേനയും സിറാജുദ്ദൗള ബംഗാളിലെ നവാബാണ് തമ്മിലുള്ള യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഈസ്റ്റ് ഇന്ത്യ ഉദ്യോഗസ്ഥന്മാരുടെ ട്രേഡ് പ്രിവിലേജുകളുടെ വ്യാപകമായ ദുരുപയോഗം സിറാജിനെ ചൊടിപ്പിച്ചു. സിറാജുദ്ദൗളക്കെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തുടർച്ചയായ മോശ പെരുമാറ്റം 1757 പ്ലാസി യുദ്ധത്തിന് നയിച്ചു. ഈ യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് ഏകീകരണത്തിന് സഹായിച്ചു. ഒരു ഭാഗത്ത് ബംഗാളിൽ നവാബായ സിറാജുദ്ദൗളയുടെ 50,000-ലധികം വരുന്ന വൻപിച്ച സൈന്യം, മറുഭാഗത്ത് റോബർട്ട് ക്ലൈവിൻ്റെ 3,000 പേരുടെ ചെറിയ സൈന്യം. ക്ലൈവിൻ്റെ സൈന്യത്തെക്കാൾ 18-17 ഇരട്ടി വലിപ്പമാണ് സിറാജുദ്ദൗളയുടെ സൈന്യത്തിൻ്റെ ബലം. എന്നിട്ടും സിറാജുദ്ദൗളയുടെ സേനാനായകനായ മിർ ജാഫറിൻ്റെ ചതിയുടെയും വഞ്ചനയുടെയും ഫലമായി 1757 പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വിജയം നേടുകയും ഇന്ത്യയിലുള്ള ബ്രിട്ടീഷുകാരുടെ ചൂഷക ഭരണത്തിന് ഒന്നുകൂടി അടിത്തറയിടുകയും ചെയ്തു. 1758 റോബർട്ട് ക്ലൈവിനെ ബംഗാളിലെ മിലിറ്ററി ഗവർണർ ജനറലായി സ്ഥാനക്കയറ്റം നേടി. അതുപോലെ മിർ ജാഫറിനെ കമ്പനി ബംഗാളിലെ നവാബാണ്. ഇത് കണ്ട, ഇത് ഒരു ഇതാണ് ജാക്കറ്റാണ്. ലോക്ക് ഓഫ് ഹെയറിൻ്റെ താന്തിയ തോപ്പിയുടെ ഒരു സിൽക്ക് ആൻഡ് വെൽവെറ്റുള്ള ഒരു ജാക്കറ്റാണ് അവിടെ. താന്തിയ തോപ്പി എന്ന് പറയുന്നത് 1857 ഇന്ത്യൻ റിവോൾട്ടിലെ ഒരു ഹീറോ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഹെയറിൻ്റെ സ്ട്രിപ്പും കൂടിയുണ്ട് അവിടെ. സെൻട്രൽ ഹാളിൽ തന്നെ ക്വീൻ വിക്ടോറിയൻ്റെയും റോബർട്ട് ക്ലൈവിൻ്റെയും ജോർജ് ഫിഫ്തിൻ്റെ വലിയൊരു പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാസി യുദ്ധത്തിൻ്റെ പല പല ഫോട്ടോസുകളും അതിൽ നിന്ന് പിടിച്ചെടുത്ത റൈഫിൾസ്, പല പല റൈഫിൾസുകളും എല്ലാം ഉണ്ട് അവിടെ. അയണിൻ്റെയും ബ്രാസിൻ്റെയും ഗോൾഡിൻ്റെയും ഹാൻഡിലുള്ള വിവിധ ഇനം സോഡുകൾ, റൈഫിൾസ്, പിസ്റ്റൾസ്, അതിൽ അറബിക്കിലും പേർഷ്യൻ ലാംഗ്വേജിലുമുള്ള ഇൻസ്ക്രിപ്ഷനുകളുണ്ട്. പല പല ടൈപ്പ് സോഡുകൾ. ഇതൊരു ടീപ്പോയ് ആൻഡ് ചെയറാണ്. ഐവറി ചെയർ ആൻഡ് ടീപ്പോയ് ആണ് ഇത്. മിസ് വാറൻ ഹേസ്റ്റിങ്സിനെ മമ്മി ബീഗം, അതായത് നവാബ് മിർ ജാഫറിൻ്റെ വൈഫ് സമ്മാനിച്ചതാണ്. ഇത് ഒരു പ്രൊക്ലമേഷനാണ്. പിന്നെ ഈ അലഹബാദ് വിക്ടോറിയ പ്രൊക്ലമേഷൻ അലഹബാദ് 1858 നടന്ന മീറ്റിങ്ങിൽ വിക്ടോറിയ പ്രഖ്യാപിച്ച പല പല കാര്യങ്ങളാണ് അതിലുള്ളത്, അവിടെ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് റോബർട്ട് ക്ലൈവിൻ്റെ വലിയൊരു സ്റ്റാച്ചു ആണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. എല്ലാവരും അവിടെ നിന്ന് ആ സ്റ്റാച്ചുവിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ 1725 ജനിച്ച റോബർട്ട് ക്ലൈവ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായി ഇന്ത്യയിലെത്തി. രാജ്യതന്ത്രജ്ഞതയും യുദ്ധ താല്പര്യവും ക്ലൈവിനെ ഉയർന്ന പദവികളിൽ എത്തിച്ചു.
പ്ലാസി യുദ്ധത്തിൻ്റെ ഒരു മോഡലാണ്. യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഗണ്ണുകൾ, പീരങ്കികൾ. ഇത് കണ്ടേ ലക്ഷ്മി? പ്ലാസി യുദ്ധമില്ലേ? ബംഗാളി പല പല പെയിൻറ്റിങ്സുകൾ, പല ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് എല്ലാം അവിടെ വാളിൽ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല പല ലാംഗ്വേജിൽ റൈറ്റ് ചെയ്തിട്ടുള്ള ഖുറാൻ്റെ പല പല വേർഷൻസ് അതൊക്കെ ലാമിനേഷൻ ചെയ്തിട്ട് നല്ലോണം നല്ല ക്ലീനായി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പഴയ ലിപികളിൽ, പഴയ ഏതോ ലാംഗ്വേജിൽ, പല പല ലാംഗ്വേജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്റ്റോൺ ത്രോണാണ്. ഇത് ഗോരഖ്പൂർ ഹിൽസ് എന്നാണ്. ഈ ഒരു ബ്ലാക്ക് സ്ലേറ്റുള്ള ഒരു റൗണ്ട് ടേബിളാണ്. ഗോരഖ്പൂർ ഹിൽസ് എന്നാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സ്റ്റോണ് 6 feet in diameter and 18 inches height, having 4 thick pedestals also. ഇതിൽ ഒരു പേർഷ്യൻ ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, അതിന് ട്രാൻസ്ലേഷൻ അതിൽ എഴുതിയിട്ടുണ്ട്. ഈ ത്രോൺ ഉണ്ടാക്കിയത് ബീഹാറിലെ ഒരു സ്ലേവാണ്, ഖ്വാജ നസർ ഓഫ് ബുഖാറ. 1641 ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഒറിജിനലായി ഇത് ബിലോങ്സ് ടു സുൽത്താൻ ഷുജാസ് ആൻഡ് അക്ബറിൻ്റെ കൊട്ടാരത്തിലാണ് ഇത് സൂക്ഷിച്ചത്. പിന്നീട് ഡക്കയിലേക്കും പിന്നീട് മുർഷിദാബാദിലേക്കും കൊണ്ടുപോയി. ഈ ത്രോണിൽ വെച്ചാണ് റോബർട്ട് ക്ലൈവ് മിസ്റ്റർ ജഫാറിനെ പ്ലാസി യുദ്ധത്തിന് ശേഷം സെലക്ട് ഹിം ആസ് നവാബ്, നിസാം ഓഫ് ബംഗാൾ ആൻഡ് ബീഹാർ ആൻഡ് ഒറീസ. ഈ ത്രോണിൻ്റെ മേലെ ഇരുന്നും കൊണ്ടാണ് മിർ ജാഫറിനെ ഇങ്ങനത്തെ സ്ഥാനക്കയറ്റം കൊടുത്തത്. അതിനുശേഷം സ്റ്റെപ്പുകൾ കയറിയിട്ട് മേലെ 2ാം നിലയിലെത്തി. 2ാം നിലയിൽ എല്ലാം ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കാര്യങ്ങളാണ്. ഒരു സ്ലൈഡ് ഷോ ഉണ്ട് ആദ്യം തന്നെ, ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റ്സിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. അന്നുണ്ടായിരുന്ന ന്യൂസ് പേപ്പറുകൾ, വന്ദേ മാതരം പോലുള്ള ന്യൂസ് പേപ്പറുകൾ, അതിനെ വന്ദേമാതരത്തിനെ വിശേഷിപ്പിച്ചത് എ ഡെയിലി ഓർഗൻ ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്നാണ്. അന്ന് പല ആക്ടിവിറ്റിക്കും ഉപയോഗിച്ച റൈഫിളുകൾ, വലിയ പിസ്റ്റൽസ് അതൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആലിപ്പൂർ ബോംബ് കേസ് 1908 1909 ഇടയിലാണ് ആലിപ്പൂർ ബോംബ് കേസ് ഉണ്ടായത്. അത് കൽക്കട്ടയിൽ ഉണ്ടായിരുന്ന ഒരു റെവല്യൂഷണറി ആക്ടിവിറ്റിയുടെ ഫലമായി ബരീന്ദ്ര ഗോസാണ് അതിൻ്റെ ലീഡർ. അങ്ങനെ പല പല ആക്ടിവിറ്റീസുള്ള ഫോട്ടോസ് അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റാഷ് ബെഹറി ബോസിൻ്റെ നേതൃത്വത്തിലുണ്ടായ ഡൽഹി ബോംബ് കേസ് 1912. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ചാൾസ് ഹാർഡിങ്സിനെ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡൽഹി ബോംബ് കേസ് ഉണ്ടാക്കിയത്. അതിൻ്റെ പല ന്യൂസ് പേപ്പറുകൾ വന്ന ഫോട്ടോസും അന്നുണ്ടായ ഫോട്ടോസും എല്ലാം ലാമിനേഷൻ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇതുപോലെ റവല്യൂഷണറി ആക്ടിവിറ്റികൾ നടക്കുമ്പോൾ യൂറോപ്പിലും ഒരു ചെറിയ രീതിയിൽ റവല്യൂഷണറി നെറ്റ്വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ദർ എയിം വാസ് ടു മൊബിലൈസ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഫേവർ ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. ഇതാണ് ഒരു ഇന്ത്യ ഹൗസ്.
ദ ഗ്രൂപ്പ് നെറ്റ്വർക്ക്ഡ് വിത്ത് റവല്യൂഷണറീസ്, എല്ലാ വേൾഡിലെ എല്ലാ റവല്യൂഷണറീസുമായിട്ട് ഭയങ്കര നെറ്റ്വർക്ക് ചെയ്തിട്ട് ആൻഡ് ലേൺ ടു മേക്ക് ബോംബ്, സ്മഗിൾ ആംസ് ആൻഡ് എമ്യൂഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് നോളജ് അബൌട്ട് വെപ്പൺ മേക്കിംഗ് ടു ഇന്ത്യ. 1905 വെറ്റിനറിയൻ റവല്യൂഷണറി ശ്യാംജി കൃഷ്ണവർമ്മ എസ്റ്റാബ്ലിഷ് ഇന്ത്യ ഹൗസ്, അതായത് ഹോസ്റ്റൽ ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇൻ ലണ്ടനിലെ ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്റ്റൽ, ഇന്ത്യ ഹൗസ്. അതിനുശേഷം ഈ ഇന്ത്യ ഹൗസ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ഇൻ്റലിജൻസിൻ്റെ ഒരു റഡാറായി മാറി. അങ്ങനെ പല അന്ന് നടന്ന ഫ്രീഡം ഫൈറ്റിൻ്റെ പല കാര്യങ്ങൾ, അന്ന് വന്ന ന്യൂസ് പേപ്പറുള്ള കാര്യങ്ങൾ, ഫോട്ടോസ് എല്ലാം അവിടെ ലാമിനേഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്ന ഫീമെയിൽ ആക്ടിവിറ്റിസ്റ്റുകളുണ്ടല്ലോ, അവരുടെ കുറേ ഫോട്ടോസ് അതൊക്കെ ലാമിനേഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസ് പേപ്പറിൽ അന്ന് ക്ലിപ്പിങ്സ് അതൊക്കെ ഉണ്ടായിരുന്നു. ദ ഫീമെയിൽ ആക്ടിവിറ്റിസ്റ്റ് അന്ന് ഉണ്ടായ പല ആക്ടിവിറ്റീസ്. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്, പുറത്തേക്ക് കിടക്കുകയാണ്. ആൻഡമാൻ നിക്കോബാറിലെ സെല്ലുലാർ ജയിലിൻ്റെ ഫോട്ടോ. പുറത്തേക്ക് കിടക്കുമ്പോൾ മേലെ ബാൽക്കണിയിൽ നിന്ന് വ്യൂ നല്ലോണം കിട്ടും, ഗാർഡൻ്റെ വ്യൂ. അവിടെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക, നല്ല തണുപ്പായിരുന്നു, എല്ലാവരും അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഇരുന്നതിന് ശേഷം പുറത്തോട്ട് പോയി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഇതാണ് വിക്ടോറിയ മെമ്മോറിയൽ ഹാള്. അപ്പം ഇത് ക്വീൻ വിക്ടോറിയയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ജോർജ് 5 ആണ് തറക്കല്ലിട്ടത്. ക്വീൻ വിക്ടോറിയ പ്രിൻസ് ആൽബർട്ടും കല്യാണം കഴിച്ചപ്പോൾ അവർക്ക് 5 മക്കളാണ് ഉണ്ടായത്. അത് കിങ് എഡ്വേർഡ് 7 ആൻഡ് അലക്സാൻഡ്രിയ, പ്രിൻസസ് അലക്സാൻഡ്രിയ. അതിൽ 6 മക്കൾ. കിങ് ജോർജ് 6 ആൻഡ് ലേഡി എലിസബത്ത്. അതിലുള്ള ഒരു കുട്ടിയാണ് ക്വീൻ എലിസബത്ത് 2 ആൻഡ് ക്വീൻ എലിസബത്ത് 2. ക്വീൻ എലിസബത്ത് 2 ഫിലിപ്പിനെ കല്യാണം കഴിച്ചു, അതായത് ഡ്യൂക്ക് ഓഫ് എഡൻബർഗ്, ഫിലിപ്പ് ഡ്യൂക്ക് ഓഫ് എഡൻബർഗ്. അവർ അതിൽ 4 കുട്ടികൾ. അതിൽ അവരാണ് ചാൾസ്, പ്രിൻസസ് ആൻ, ആൻഡ്രൂ, എഡ്വേർഡ്. ചാൾസ് ഡയാനയും തമ്മിൽ കല്യാണത്തിലുണ്ടായ കുട്ടികളാണ് വില്യമും ഹാരി. ഇപ്പോൾ വില്യം ഹാരിയാണ് ഉള്ളത്. അതാണ് വിക്ടോറിയ എന്ന് പറഞ്ഞാൽ അതാണ്, അതായത് എലിസബത്തിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറാണ് ക്വീൻ വിക്ടോറിയ. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് പുറത്തേക്ക് കടന്ന് അവിടെയൊക്കെ ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ലേക്ക് കണ്ട എല്ലാവരും അവിടെ ഇരുന്ന് കാറ്റ് കൊള്ളുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് കടന്ന് അപ്പോഴത്തേക്കും നല്ല ടയേർഡായിരുന്നു ആക്ച്വലി. എന്നിട്ട് പുറത്തുനിന്ന് ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഇതാ അതിന് മേലുള്ള സ്റ്റാച്യു കണ്ടു. ആ സ്റ്റാച്യു ഫ്രഷ് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം. അതൊക്കെ കഴിച്ച് കുറച്ച് പാനിപ്പൂരി, മസാലപ്പൂരിയൊക്കെ കഴിച്ച് ഒന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ ഒന്ന് റിഫ്രഷായി. ഇതാണ് വിക്ടോറിയ മാളിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.
पानी तो अच्छा है। बैठना तो बैठ जाइएगा।